Hello students, let's discuss work done by the engine in a cycle. Work done by the engine in a cycle. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാർനോട്ട് സൈക്കിൾ ഡിസ്കസ് ചെയ്തതാണ്. കാർനോട്ട് സൈക്കിളിൽ 4 പ്രോസസ്സാണുള്ളത്. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ ആൻഡ് അഡിയബാറ്റിക് കംപ്രഷൻ. ഓക്കെ, ഈ ഓരോ പ്രോസസ്സിലും നമ്മൾ വർക്ക് ഡണ്ണും കണ്ടു. ഇവിടെ കാണുന്നത് ടോട്ടൽ വർക്ക് ഡൺ. സോ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഓരോ പ്രോസസ്സിൽ ചെയ്ത വർക്കിൻ്റെ സമ്മാണ്. ഓക്കെ, പി വി ഡയഗ്രാം വെച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദി ഏരിയ ഓഫ് ദി കർവ്. ഈ കർവിൻ്റെ ഏരിയ ദാറ്റ് ഈസ് എ ബി സി ഡി എ ഏരിയയാണ് ടോട്ടൽ വർക്ക് ഡൺ. So work done equal to W1 plus W2 minus W3 minus W4. W1 എന്ന് പറയുന്നത് ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ വർക്ക്, W2 അഡിയബാറ്റിക് എക്സ്പാൻഷൻ്റെ വർക്ക്, മൈനസ് W3. സോ മൈനസ് കാണിക്കുന്നത് ഇറ്റ് ഈസ് കംപ്രഷൻ. സോ മൈനസ് W3 ആൻഡ് മൈനസ് W4. സോ W3 എന്ന് പറയുന്നത് ഐസോതെർമൽ കംപ്രഷനും W4 എന്ന് പറയുന്നത് അഡിയബാറ്റിക് കംപ്രഷനും. ഓക്കെ, സോ ടോട്ടൽ വർക്ക് ഡൺ ഇൻ എ കാർനോട്ട് സൈക്കിൾ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് W1 പ്ലസ് W2 മൈനസ് W3 മൈനസ് W4. സോ W1 ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതാണ്. അതെഴുതുക. ദാറ്റ് ഈസ് RT1 log V2 by V1 plus W2 adiabatic expansion, that is R T2 minus T1 by 1 minus gamma, minus W3, it is isothermal compression, that is R T2 log V3 by V4 minus W4 adiabatic compression, that is R into T2 minus T1 by 1 minus gamma. So second termും fourth termും ക്യാൻസൽ ചെയ്ത് പോയി because they are same. ബാക്കിയുള്ളത് RT1 log V2 by V1 minus RT2 log V3 by V4. That is equation 11. Then AD എന്നുള്ള അഡിയബാറ്റിക് കർവ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എയും ടിയും ഈ കർവിലെ 2 പോയിൻ്റാണ്. ഓക്കെ, അഡിയബാറ്റിക് പ്രോസസ്സിൽ നമ്മൾ കണ്ടൊരു ഇക്വേഷനാണ് ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈസ് എ കോൺസ്റ്റൻറ്റ്. ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ എ എന്നുള്ള പോയിന്റിലെ ടെമ്പറേച്ചർ T1ഉം വോളിയം V1ഉം. സോ നമ്മൾക്ക് ഇക്വേറ്റ് ചെയ്യാം T1 V1 റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു ഡി എന്നുള്ള പോയിന്റിലെ ടെമ്പറേച്ചറും വോളിയവും, ദാറ്റ് ഈസ് T2 V4 റേസ് ടു ഗാമ മൈനസ് 1. നമ്മൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒരു അഡിയബാറ്റിക് പ്രോസസ്സിൽ ടി വി റേസ് ടു ഗാമ മൈനസ് 1 കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ ഇവിടെ എയും ടിയും ഒരു അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ 2 പോയിൻ്റാണ്. സോ എയിലും ഡിയിലും ടി വി റേസ് ടു ഗാമ മൈനസ് 1 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വി ക്യാൻ ഇക്വേറ്റ് ദീസ് 2 ടേംസ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് T2 by T1 കണ്ടുപിടിക്കാം. T2 by T1 ഈക്വൽ ടു V1 by V4 ദി ഓൾ റേസ് ടു ഗാമ മൈനസ് 1. സോ ഇവിടെ ഓർത്തു വയ്ക്കുക, നമ്മൾക്ക് കിട്ടിയത് T2 by T1 ആണ്. ഓക്കെ, ഇനി ബി സി എന്നുള്ള അഡിയബാറ്റിക് കർവിലെ 2 പോയിൻ്റാണ് ബിയും സിയും. അവിടെ ഇതേപോലെ ബിയിലെ ടെമ്പറേച്ചർ T1ഉം വോളിയം V2, സി എന്നുള്ള പോയിന്റിലെ ടെമ്പറേച്ചർ T2 വോളിയം V3യും. സോ നമ്മൾക്ക് ഒരു അഡിയബാറ്റിക് കർവിൽ ടി വി റേസ് ടു ഗാമ മൈനസ് 1 കോൺസ്റ്റൻ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. സോ ഹിയർ T1 V2 raised to gamma minus 1 equal to T2 V3 raised to gamma minus 1. ഇവിടെ നിന്നും T2 by T1 കണ്ടുപിടിച്ചു. That is equation 13.
കമ്പയറിംഗ് ഇക്വേഷൻ 12 ആൻഡ് 13. സോ 12 എന്നുള്ള ഇക്വേഷനിൽ കിട്ടിയതും T2/T1 ആയിരുന്നു. 13 എന്നുള്ള ഇക്വേഷനിലും കിട്ടിയതും T2/T1 ആണ്. സോ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് RHS ഇക്വേറ്റ് ചെയ്യാം. സോ V1/V4 raised to gamma minus 1 equal to 13ലെ V2/V3 the all raised to gamma minus 1. സോ ഗാമ മൈനസ് 1 നമ്മൾക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. സോ നമ്മൾക്ക് കിട്ടി V1/V4 equal to V2/V3. ഓക്കെ, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ V2/V1 equal to എഴുതുമ്പോൾ we get V2/V1 equal to V3/V4. ഓക്കെ, യൂസിങ് ദിസ് റിസൾട്ട് ഇൻ ദി ഇക്വേഷൻ 11, അതായത് നമ്മൾ കണ്ടുപിടിച്ച വർക്ക് ഡൺ, ടോട്ടൽ വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷൻ RT1 log V3/V4 മൈനസ് RT2 log V3/V4 എന്നായിരുന്നു. സോ V3/V4 കാണുന്ന സ്ഥലത്ത് V2/V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ 11ൽ V3/V4 കാണുന്ന സ്ഥലത്ത് V2/V1 നമ്മൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടും ടോട്ടൽ വർക്ക് ഡൺ ഈക്വൽ ടു RT1 log V2/V1 മൈനസ് RT2 log V2/V1. ഇവിടെ V2/V1 രണ്ട് സ്ഥലത്തും കോമൺ ആണ് അല്ലേ? സോ ലോഗ് V2/V1 ക്യാൻ ബി ടേക്ക് ഔട്ട്സൈഡ് ആൻഡ് R is also കോമൺ. ആറും കോമൺ ആണ്. ബാക്കി ഫസ്റ്റ് ടേമിൽ ഒരു T1 ഉണ്ട്, സെക്കൻഡ് ടേമിൽ മൈനസ് T2 ഉണ്ട്. സോ വി ഗെറ്റ് R ഇൻറ്റു ലോഗ് V2/V1 ഇൻറ്റു T1 മൈനസ് T2 which is the total work done. Okay. So equation 14 gives the work done by the engine in a cycle. So Carnot engine ഒരു സൈക്കിളിൽ തരുന്ന വർക്ക് ഡൺ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. സോ കാർനോട്ട് സൈക്കിളിൻ്റെ സമയത്ത് വർക്കിംഗ് സബ്സ്റ്റൻസ് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യും, എന്നിട്ട് Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റ് ചെയ്യും ടു ദി സിങ്ക്. സോ നെറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് എന്ന് പറയുന്നത് Q1 മൈനസ് Q2. Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യും, Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റ് ചെയ്യും. സോ നെറ്റ് ഹീറ്റ് അബ്സോർബ്ഡ് is Q1 മൈനസ് Q2. ഓക്കെ, കാർനോട്ട് സൈക്കിൾ നമ്മൾക്കറിയാം ഇറ്റ് ഈസ് എ സൈക്ലിക് പ്രോസസ്. സോ സൈക്ലിക് പ്രോസസ്സിൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഈസ് 0. സൈക്ലിക് പ്രോസസ്സ് എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്ത പോയിന്റും ഫൈനൽ പോയിന്റും സിമിലർ ആയിട്ടുള്ള പ്രോസസ്സാണ് സൈക്ലിക് പ്രോസസ്സ്. സോ സൈക്ലിക് പ്രോസസ്സിൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി 0 ആണ്. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് വെച്ചാൽ ഫൈനൽ ഇൻറ്റേർണൽ എനർജി മൈനസ് ഇനീഷ്യൽ ഇൻറ്റേർണൽ എനർജി. ഓക്കെ, സോ സൈക്ലിക് പ്രോസസ്സിൽ ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും സെയിം ആണ്. അതുകൊണ്ട് ഫൈനൽ ഇൻറ്റേർണൽ എനർജിയും ഇനീഷ്യൽ ഇൻറ്റേർണൽ എനർജിയും സിമിലർ ആണ്. സോ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഈസ് ഫൈനൽ ഇൻറ്റേർണൽ എനർജി മൈനസ് ഇനീഷ്യൽ ഇൻറ്റേർണൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു 0 ഇൻ സൈക്ലിക് പ്രോസസ്. സോ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി 0 ആണ്. സോ ഇവിടെ ഉള്ള ഹീറ്റ് മൊത്തം വർക്കിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ച് dq ഈക്വൽ ടു du പ്ലസ് dw. ഓക്കെ, dq ഈക്വൽ ടു du പ്ലസ് dw. സോ ഇവിടെ du 0 ആണ്. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി 0 ആണെന്ന് പറയുമ്പോൾ dq ഈക്വൽ ടു dw, അതായത് ഇവിടെയുള്ള ഹീറ്റ് വർക്ക് ചെയ്യാനാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് പറയാം ഹീറ്റ് അബ്സോർബ്ഡ് എന്ന് പറയുന്നത് വർക്കാണ്. Q1 മൈനസ് Q2 ഈക്വൽ ടു W. ഓക്കെ, സോ ഈറ്റ ഈസ് ദി thermal efficiency which is equal to work output by heat input. സോ ഔട്ട്പുട്ട് വർക്ക് എന്ന് പറയുന്നത് Q1 മൈനസ് Q2 by heat input. ഇൻപുട്ട് ഹീറ്റ് ആണ് Q1. ഓക്കെ, ദെൻ W by Q1 equal to സോ W നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ച എക്സ്പ്രഷൻ ദാറ്റ് ഇസ് R ഇൻറ്റു T1 മൈനസ് T2 ഇൻറ്റു ലോഗ് V2/V1. Q1 എന്ന് പറയുന്നത് ഹീറ്റ് അബ്സോർബ്ഡ്
Q1 heat absorbed in equation, which is isothermal expansion, RT1 log V2 by V1. So eta equal to W by Q1, that is total work done by heat absorbed. അവിടെ log V2 by V1 ഉം Rഉം ക്യാൻസൽ ചെയ്താൽ ബാക്കി കിട്ടുന്നത് T1 minus T2 by T1, which is equal to 1 minus T2 by T1. So eta equal to 1 minus T2 by T1. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന പോയിന്റ്സ് ആണ്: the efficiency of the Carnot engine depends only on the temperatures of source and sink. So Carnot engine efficiency ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് സോഴ്സിൻ്റെയും സിങ്കിൻ്റെയും ടെമ്പറേച്ചർ, ആൻഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി വർക്കിംഗ് സബ്സ്റ്റൻസ്. സോ വർക്കിംഗ് സബ്സ്റ്റൻസിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി എഫിഷ്യൻസി 1 ആവണമെങ്കിൽ, ഈറ്റയുടെ വാല്യൂ 1 ആവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ T2 0 ആവണം, അല്ലെങ്കിൽ T1 ഇൻഫിനിറ്റി ആവണം. പ്രാക്ടിക്കലി T2, which is the temperature of the sink, T2ൻ്റെ വാല്യൂ 0 ആക്കാൻ പറ്റില്ല. അതുപോലെ സോഴ്സിൻ്റെ ടെമ്പറേച്ചർ, അതായത് T1ൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആക്കാൻ പറ്റില്ല. സോ പ്രാക്ടിക്കലി ഒരു കാർനോട്ട് എഞ്ചിനും 100% എഫിഷ്യൻസി തരില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഇഫ് T2 ഈക്വൽ ടു T1, T2ൻ്റെയും T1ൻ്റെയും വാല്യൂ ഈക്വൽ ആണെങ്കിൽ ഈറ്റ ബിക്കംസ് 1 minus 1 equal to 0. ഈറ്റയുടെ വാല്യൂ 0 ആയി പോകും. ദാറ്റ് ഈസ് ദി കാർനോട്ട് എഞ്ചിൻ വിൽ നോട്ട് ഡു എനി വർക്ക്. Therefore, it is impossible to draw mechanical work from a heat engine if its source and sink are at the same temperature. അതായത് സോഴ്സിൻ്റെ ടെമ്പറേച്ചറും സിങ്കിൻ്റെ ടെമ്പറേച്ചറും സിമിലർ ആണെങ്കിൽ കാർനോട്ട് എഞ്ചിൻ വർക്ക് ചെയ്യില്ല. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഒരു എക്സ്പ്രഷനാണ് എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു 1 മൈനസ് Q2 by Q1. ഇവിടെ കിട്ടിയ എക്സ്പ്രഷൻ 1 മൈനസ് T2 by T1. രണ്ട് എക്സ്പ്രഷനും ഇക്വേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് Q2 by Q1 ഈക്വൽ ടു T2 by T1. 1 ക്യാൻസൽ ചെയ്ത് പോകും, വി ഗെറ്റ് Q2 by Q1 ഈക്വൽ ടു T2 by T1. ഓക്കെ, സോ ആസ് T2 cannot be 0, Q2 will not vanish. That is, some heat should always be rejected to sink. അതായത് T2ൻ്റെ വാല്യൂ ഒരിക്കലും 0 ആവാൻ പറ്റില്ല, നമ്മൾ കണ്ടതാണ്. T2ൻ്റെ വാല്യൂ 0 ആയി പോയാൽ what happens? T2ൻ്റെ വാല്യൂ, ദാറ്റ് ഈസ് സിങ്കിൻ്റെ വാല്യൂ, നമ്മൾക്ക് 0 ആക്കി വെക്കാൻ പറ്റില്ല. സോ സിങ്കിൻ്റെ വാല്യൂ 0 ആക്കി വെക്കാൻ പറ്റില്ല എന്നതിൻ്റെ അർത്ഥം Q2ൻ്റെ വാല്യൂ ഒരിക്കലും വാനിഷ് ചെയ്ത് പോകുന്നില്ല. അതായത് ഒരു കാർനോട്ട് എഞ്ചിനിൽ എപ്പോഴും കുറച്ച് എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കാർനോട്ട് തിയറം. ദി കാർനോട്ട്സ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് വർക്കിംഗ് ബിറ്റ്വീൻ ദി സെയിം ടെമ്പറേച്ചർ ലിമിറ്റ്, നോ എഞ്ചിൻ ക്യാൻ ബി മോർ എഫിഷ്യൻറ്റ് ദാൻ എ റിവേഴ്സിബിൾ എഞ്ചിൻ, ആൻഡ് ഓൾ റിവേഴ്സിബിൾ എഞ്ചിൻ ഹാവ് ദി സെയിം എഫിഷ്യൻസി. This means that a Carnot engine working between two temperatures is the most efficient one. അതായത് സെയിം ടെമ്പറേച്ചർ ലിമിറ്റിൽ വർക്ക് ചെയ്യുന്ന രണ്ട് എഞ്ചിനുകൾ, സെയിം ടെമ്പറേച്ചർ ലിമിറ്റ് എന്ന് പറയുന്നത് T1ഉം T2, സോഴ്സ് ടെമ്പറേച്ചറും സിങ്ക് ടെമ്പറേച്ചറും സിമിലർ ആയിട്ടുള്ള രണ്ട് എഞ്ചിൻ. അതിലെ ഒരു എഞ്ചിൻ റിവേഴ്സിബിൾ കാർനോട്ട് എഞ്ചിനാണ്, മറ്റൊരു എഞ്ചിൻ ഇറിവേഴ്സിബിൾ എഞ്ചിനാണ്. അങ്ങനെയാണെങ്കിൽ പോലും റിവേഴ്സിബിൾ എഞ്ചിൻ്റെ എഫിഷ്യൻസി ആയിരിക്കും കൂടുതൽ. സോ കാർനോട്ട് തിയറം പറയുന്നത് സെയിം ടെമ്പറേച്ചർ ലിമിറ്റിൽ രണ്ട് എഞ്ചിൻ ഉണ്ടെങ്കിൽ ഒരെണ്ണം റിവേഴ്സിബിളും മറ്റേത് ഇറിവേഴ്സിബിളും ആണെങ്കിൽ ദി റിവേഴ്സിബിൾ എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ ടു ടെമ്പറേച്ചർ ഈസ് ദി മോസ്റ്റ് എഫിഷ്യൻറ്റ് വൺ. റിവേഴ്സിബിൾ എഞ്ചിൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ളത്. ഓക്കെ, ഇനി ഈ സെയിം ടെമ്പറേച്ചർ ലിമിറ്റിൽ രണ്ട് റിവേഴ്സിബിൾ എഞ്ചിനാണെങ്കിലോ, രണ്ട് റിവേഴ്സിബിൾ എഞ്ചിനാണെങ്കിൽ രണ്ട് എഞ്ചിനും സിമിലർ എഫിഷ്യൻസി ആയിരിക്കും. സോ വർക്കിംഗ് ബിറ്റ്വീൻ ദി സെയിം ടെമ്പറേച്ചർ ലിമിറ്റ്, നോ എഞ്ചിൻ ക്യാൻ ബി മോർ എഫിഷ്യൻറ്റ് ദാൻ എ
reversible engine and all reversible engine have the same efficiency. എല്ലാ റിവേഴ്സിബിൾ എഞ്ചിനും സെയിം ടെമ്പറേച്ചർ ലിമിറ്റ് ആണെങ്കിൽ സെയിം എഫിഷ്യൻസി ആയിരിക്കും. റിവേഴ്സിബിൾ എഞ്ചിനേക്കാളും മോർ എഫിഷ്യൻറ്റ് റിവേഴ്സിബിൾ എഞ്ചിനാണ്. റിവേഴ്സിബിൾ എഞ്ചിൻ എന്ന് പറയുന്നത് കാർനോട്ട് എഞ്ചിൻ ആണ് റിവേഴ്സിബിൾ എഞ്ചിൻ്റെ എക്സാമ്പിൾ. So I hope you all understand about today's class. കാർനോട്ട് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വർക്ക് ഡൺ ബൈ ദി എഞ്ചിൻ ഇൻ എ സൈക്കിൾ അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാർനോട്ട് എഞ്ചിനും വർക്ക് ഡൺ ബൈ ദി എഞ്ചിൻ ഇൻ എ റിവേഴ്സിബിൾ പ്രോസസ് അതൊരു essay question ആണ്. So study well and thank you for listening.